ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ്. ഇവിടുന്ന് ഒരു കൈനഗിരി വരെ പോകാനായിട്ട് വന്നിട്ടുള്ളത്. അതിനൊരു ചെറിയൊരു ബോട്ടിങ്, അടിപൊളി ബോട്ടിങ്ങാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ 1.25 മണിക്കൂറോളം നമുക്ക് യാത്ര ഉണ്ട് കായലൂടെ. കുട്ടനാടിൻ്റെ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ചുള്ള ഒരു അടിപൊളി യാത്രയാണ്. ഇതിൽ ബഡ്ജറ്റ് കൂടിയ ബോട്ടുകളിൽ പോകുന്നവരുണ്ട്. ഇതേപോലെ ഞാൻ പോയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടിലാണ്. ഗവൺമെൻറ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് ട്രാവൽ കം ടൂറിസ്റ്റ് ബോട്ടാണ്. താഴത്തെ അടിയിലുള്ളത് യാത്രക്കാർ, സാധാ ഡെയിലി അവിടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും വരുന്നവരൊക്കെ. പിന്നെ ഇതേപോലെ മുകളിൽ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക്, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് 60 രൂപ ടിക്കറ്റിൽ അവിടെ പോയി വരാൻ പറ്റും. പിന്നെ ഈ ടൂറിസ്റ്റ് ബോട്ടുകളുണ്ട്, ബുക്ക് ചെയ്ത് പോകുന്ന ബോട്ടുകളുണ്ട്, ഷിക്കാർ വള്ളങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഏജൻറ്റുമാർ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ചെന്ന സമയത്ത് തന്നെ ബസ് ഇറങ്ങി ചെന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ബോട്ടിംഗ് ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇങ്ങനെ ഒറ്റക്കാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല. കാരണം ഈ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കുറേ ഒരു 8-10 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബോട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാം. അപ്പോൾ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇതുള്ളത്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഒരു മിനിറ്റ് നടന്നാൽ നമ്മളെ ബോട്ട് ജെട്ടിയിലെത്തി. അപ്പോൾ ഞാനിപ്പോൾ കയറിയ ബോട്ട് എടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതിനോട് ചേർന്നിട്ട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡിലും റോഡാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ കനാൽ പോലെ. പിന്നെ കായലിലാണ്ട് കിടക്കുകയാണ്. കായലിലെത്തി കഴിഞ്ഞാൽ നിരവധി ബോട്ടുകളുണ്ട്, ആഡംബര ബോട്ടുകൾ, എല്ലാ ബോട്ടുകളുണ്ട്. ഇത് ചെറിയ ചെറിയ ഷിക്കാർ വള്ളങ്ങൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാ ബസ്സിലൊക്കെ കയറിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ അതിലാളുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കായലിൻ്റെ നടുക്കെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രലാണുള്ളത്. ഇവിടെ നിരവധി ബോട്ടുകളുണ്ട്, ആഡംബര ബോട്ടുകളുണ്ട്. ഇത് റേറ്റ് കാര്യങ്ങളൊക്കെ ബോട്ടിൻ്റെ സൗകര്യങ്ങളും അതൊക്കെ അനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. 10,000, 12,000 അങ്ങനെ ഉള്ള റേറ്റുകളൊക്കെ ഉള്ളത്. പിന്നെ ഗവൺമെൻറ് ബോട്ട്, ഞാനിപ്പോൾ പോകുന്ന ബോട്ടിൽ നിന്നാണ് ഇത്. ജസ്റ്റ് നമുക്ക് കണ്ട് വരാം. റൂം കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് മുകളിൽ ഇരുന്നിട്ട് നല്ല വ്യൂസും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകാം. ഇത് കുട്ടനാട് വരെ പോകുന്നത് ഇപ്പോൾ ഒരു 1.25 മണിക്കൂർ വരുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് നല്ല വ്യൂസാണ് ആ പോകുന്ന സമയത്ത്. ഇതിൽ ഗവൺമെൻറ് ബോട്ടിൽ പോകുമ്പം എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ട് ജെട്ടികളുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ ജെട്ടികളുണ്ട്. ആ ജെട്ടികളിലൊക്കെ നിർത്തി ആളുകളെ കയറ്റി അങ്ങനെ പോവാം. മറ്റത് പ്രൈവറ്റ് ബോട്ട് പറഞ്ഞാൽ നമുക്ക് മാത്രമായിട്ടുള്ള ഒരു ഇതായിട്ടും. ഇത് അങ്ങനെയല്ല. ഇത് ഗവൺമെൻറ് ആയതുകൊണ്ട് അതവിടെ കയറി ആളുകളെ കയറ്റി ഇറക്കി അങ്ങനെ പോകും. എന്നാലും 60 രൂപയ്ക്ക് ഒരു അടിപൊളി ബോട്ട് യാത്രയാണ്. ആലപ്പുഴ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം. അതായത് ഒരു 2 മണിക്കൂർ ഏകദേശം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. വൈകുന്നേര സമയങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സമയമാണ്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ബോട്ടിങ്ങിനായിട്ട് വരുന്നുള്ള 2 സ്ഥലങ്ങളാണ് ഇത്. ഒന്ന് ഈ ആലപ്പുഴ, അതേപോലെ കുമരകം എന്ന് പറയുന്നത്. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇവിടെയാണ്. അതായത് 500ഓളം ബോട്ടുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ക്യാഷിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആളുകൾ വരുമ്പം ഒന്നിച്ച് ഒരു ബോട്ട് എടുക്കുന്നതാണ് നല്ലത്. 1, 2, 3 പേര് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഗവൺമെൻറ് ബോട്ടുകളിൽ പോകുന്നതായിരിക്കും നല്ലത്. 3 പേരായാലും അതുപോലെ 10, 12 പേരായാലും ഒരു ബോട്ട് എടുക്കുകയാണെങ്കിൽ അതിനുള്ള ചാർജ് കൊടുക്കേണ്ടി വരും. നമുക്ക് ഒന്നിച്ച് കണ്ടിട്ട് ജസ്റ്റ് വരാനാണെങ്കിൽ ഈ ഗവൺമെൻറ് ബോട്ടുകളിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിനാകുമ്പോൾ ക്യാഷ് കുറവാണ്. പിന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ബോട്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നതാവും നല്ലത്. അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും. അത്രയും നല്ലൊരു വ്യൂസും ആ വൈകുന്നേരത്തെ ഒരു 5 മണി 6 മണീൻ്റെ ഒരു യാത്രയുണ്ട്. അടിപൊളി യാത്രയാണ്.